Okay, let's talk about Indian football. AFC Asian Cupലെ ഫസ്റ്റ് മാച്ച് വേഴ്സസ് ഓസ്ട്രേലിയ ഇന്ത്യ 2-0 തോറ്റു. ആ ഒരു മാച്ചിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാത്തതിന്റെ ഒരു റീസൺ ഐ വാസ് ലേസി. ഓക്കെ, മടി, അല്ലാതെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ബട്ട് എനിക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു റീസൺ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആഫ്റ്റർ ദാറ്റ് മാച്ച് വേഴ്സസ് സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റിലും ഉണ്ടായിരുന്ന ഒരു പബ്ലിക് പോപ്പുലർ ഒപ്പീനിയൻ, രണ്ടും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ബേസിക്കലി എൻ്റെ ഒപ്പീനിയന്റെ 1% ഞാൻ അന്ന് കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമായിട്ട് അഗ്രി ചെയ്യുന്ന എത്ര ആളുകൾ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഐ ഡോണ്ട് റിയലി കെയർ അബൌട്ട് യുവർ ഒപ്പീനിയൻ. ഓഫ് കോഴ്സ് എൻ്റെ ഒപ്പീനിയൻ എന്നുള്ളത് ഞാൻ ചിന്തിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് പറയുന്നതാണ്. സോ എൻ്റെ ഒപ്പീനിയൻ തെറ്റാണ് എന്നുള്ളത് നിങ്ങൾ ഫാക്ട്സ് വെച്ച് പ്രൂവ് ചെയ്യുന്നത് വരെ ഐ ഡോണ്ട് ഹാവ് ടു ചേഞ്ച് മൈ ഒപ്പീനിയൻ. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഐ ആം ഓൾവേസ് റൈറ്റ്. എനിവേ, നമ്മുടെ സെക്കൻഡ് മാച്ച് വേഴ്സസ് ഉസ്ബെക്കിസ്ഥാൻ 3-0 പരാജയപ്പെട്ടു. ആൻഡ് ഓസ്ട്രേലിയക്ക് എതിരായിട്ടുള്ള മാച്ചിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒപ്പീനിയൻസിൽ വലിയൊരു മാറ്റം തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് അതും എൻ്റെ ഒപ്പീനിയനും ചെറുതായിട്ട് സിമിലർ ആണെന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോഴും ഞാൻ ഹാപ്പി ഒന്നുമല്ല. ഐ ആം നോട്ട് ഹാപ്പി. ഈ ഒരു ടൂർണമെന്റിലെ ഇന്ത്യയുടെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഐ ആം നോട്ട് ഹാപ്പി. ഐ ആം ഡിസപ്പോയിന്റഡ്. അതങ്ങനെ തന്നെ പറയണം കേട്ടോ, അല്ലാതെ ഈ ഷുഗർ കോട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഒരു മാച്ചിൽ നമ്മൾ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു, അതുകൊണ്ട് ഡിഫൻഡേഴ്സിന് അപ്രീസിയേഷൻ. സെക്കൻഡ് മാച്ചിൽ അറ്റാക്കേഴ്സ് ക്രോസ് ബാറിന് 2 ഷോട്ട് അടിച്ചു, അതുകൊണ്ട് അറ്റാക്കേഴ്സിന് നല്ല അപ്രീസിയേഷൻ. നോ, നമ്മുടെ സ്ക്വാഡ് മൊത്തത്തിൽ അവർ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു പെർഫോമൻസ് നടത്തുന്നത് വരെ വെറുതെ സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അൺനെസസറി ഹൈപ്പ്, അൺനെസസറി അപ്രീസിയേഷൻ, അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് നല്ലതൊന്നും വരാൻ പോണില്ല. സോ ബി ഹോണസ്റ്റ്, അതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇതൊരു മാച്ച് റിവ്യൂവും കാര്യങ്ങളൊന്നും അല്ല. ആൻഡ് വാട്ട്സ് ദ പോയിന്റ്? ഞാനൊരു മാച്ച് റിവ്യൂ പറഞ്ഞ് ഇന്ത്യൻ ടീമിന്റെ മിസ്റ്റേക്സ് ഇതാണ് അതാണെന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇഗോർ സ്റ്റിമാച്ച് ആയാലും അവരുടെ ഒപ്പമുള്ള കോച്ചിങ് സ്റ്റാഫ് ആയാലും ഓൽക്കെല്ലാവർക്കും ഇൻഫിനിറ്റി എമൗണ്ട് നോളേജ് ഉണ്ട് ഫുട്ബോളിനെ പറ്റിയിട്ട്. ഒരു ഡെയിലി ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ. സോ ഞാൻ ഇതിൻ്റെ മാച്ച് റിവ്യൂ കാര്യങ്ങളൊന്നല്ല പറയുന്നുണ്ട്. ബട്ട് കറന്റ് സിറ്റുവേഷൻ ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ, അതിലെനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ആക്ച്വൽ പ്രൊഫഷണൽ ഫുട്ബോളേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കേട്ടറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സ്ലീപ്പിംഗ് ജയൻസിൻ്റെ ഫുട്ബോളിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. നമുക്ക് കേരളത്തിൻ്റെ സിറ്റുവേഷൻ എടുക്കാം. കേരള ഫുട്ബോൾ ഫാൻസ് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആൻഡ് പ്രൗഡസ്റ്റ് ലോയൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഫുട്ബോൾ ഫാൻസ് ആണ്. അവർ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ കാര്യത്തിലും ആക്ച്വൽ കെയർ ഒക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമുക്ക് കേരളത്തിലെ സിറ്റുവേഷൻ തന്നെ എടുക്കുക. കേരളത്തിലെ പ്ലെയേഴ്സിന് യങ് ഓൾഡ് എന്നൊന്നുമില്ല, എല്ലാവർക്കും പറ്റിയിട്ടുള്ള, എല്ലാവർക്കും കളിക്കാൻ കഴിയുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്റ്റേജ് കേരളത്തിലുള്ള സ്റ്റേജാണ് കേരള പ്രീമിയർ ലീഗ്, അതായത് KPL. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാകും. അത്യാവശ്യത്തിന് കളിക്കുന്ന ഒരു പ്ലെയറെ സംബന്ധിച്ച് KPL കളിക്കുക എന്നുള്ളത് ഒരു ഡ്രീം മൊമെന്റ് ഒക്കെ തന്നെ ആവും. ബട്ട് ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ലെവൽ ഇങ്ങനെ അപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറെ സംബന്ധിച്ച് നിങ്ങൾ KPL കളിച്ചാലും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള എന്താ പറയുക അഡ്വാൻറ്റേജും നിങ്ങളുടെ കരിയറിൽ കിട്ടാൻ പോകുന്നില്ല. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നമ്മുടെ സ്റ്റേറ്റിലെ ബെസ്റ്റ് ലീഗിന്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്, ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം പറയുന്നുണ്ട്. ബിക്കോസ് ദർ ഈസ് നോ സ്കൗട്ടിങ്. ലൈക്ക് സീരിയസ്ലി, നിങ്ങൾ KPL ബെസ്റ്റ് പ്ലെയർ ആയാൽ പോലും നിങ്ങൾക്ക് എന്താ പറയുക ഏതെങ്കിലും ഒരു I ലീഗ് സെക്കൻഡ് ഡിവിഷനോ I ലീഗോ അങ്ങനെ ഒരു ക്ലബിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്കൗട്ടിങ്ങും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല. അതാണ് സിറ്റുവേഷൻ. ബേസിക്കലി ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ആ ഒരു ടേം തന്നെ നമുക്ക് എടുക്കുക, നോബഡി ഗീവ്സ് എ ഷൈറ്റ്. ഇനി അത് പോട്ടെ, ആക്ച്വൽ ടെലികാസ്റ്റിംഗ് പോലും ഇല്ല. ഒരു സ്റ്റേറ്റിലെ ബെസ്റ്റ് ലീഗിന് യൂട്യൂബിൽ പോലും ആക്ച്വൽ ടെലികാസ്റ്റിംഗ് ഇല്ല. ഇനി അത് പോട്ടെ, I ലീഗിൻ്റെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ISL ക്രിയേറ്റ് ചെയ്തു, നമ്മുടെ ടോപ്പ് ഡിവിഷനായിട്ട് അവിടെ ഉണ്ട്. I ലീഗ് ഉണ്ട്, I ലീഗ് സെക്കൻഡ് ഡിവിഷൻ ഉണ്ട്, I ലീഗ് തേർഡ് ഡിവിഷൻ ഉണ്ട്. ഇപ്പോൾ 4 ടയർ സിസ്റ്റം ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന്. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും മൈൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ISL മാത്രം. ബാക്കി 3 ഡിവിഷനും ഒരു ആവറേജ് ഇന്ത്യൻ ഫുട്ബോളിനെ ഫാനിനെ സംബന്ധിച്ച് എന്താ പറയുക ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല കാണാൻ വേണ്ടിയിട്ട്. മേ ബി നമ്മുടെ നാട്ടിലെ ക്ലബ് ആകുമ്പോൾ, ഇപ്പോൾ മലയാളീസിനെ സംബന്ധിച്ച് ഗോകുലത്തിൻ്റെ മാച്ച് മേ ബി ഒരു ഇച്ചിരി ആൾക്കാരെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ ദർ ഈസ് നോ എക്സൈറ്റ്മെന്റ്. മറ്റുള്ള ക്ലബ്സിലെ പ്ലെയേഴ്സ് ആരാന്ന് അറിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ I ലീഗിലെ ബെസ്റ്റ് പ്ലെയർ ആരാന്ന് ചോദിച്ചാൽ പോലും ഇപ്പോഴും ആർക്കും അറിയുണ്ടാവില്ല. അങ്ങനത്തെ സിറ്റുവേഷനാണ്. ISL മാറ്റി നിർത്തിയാൽ വേറെ ഒരു ടയറിനും ഒരു റെസ്പെക്റ്റും ഇല്ല, ഒരു വാല്യൂ ഇല്ല.
വാല്യൂ മേ ബി പേപ്പറിൽ ഉണ്ടാവും, പക്ഷേ അത് ഇന്ത്യയിലുള്ള ഫുട്ബോൾ ഫാൻസ് അതിനെ പറ്റിയിട്ട് ഒന്നും അറിയണില്ല. അതുപോട്ടെ, ഓരോ വർഷം കഴിയും തോറും നമുക്കുള്ള റിസോഴ്സ് ഇങ്ങനെ പിറകുക ഇങ്ങനെ പോവാ. ഐ ലീഗിനൊക്കെ ആക്ച്വലി നല്ല ടെലികാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ. എങ്ങനെ നമ്മൾ ബാക്കിക്ക് പോകണ്ട്? ഈ പറഞ്ഞ ബേസിക് കാര്യങ്ങളെക്കാളും എന്താ പറയുക, യങ് പ്ലേയേഴ്സിനെ ചടപ്പിക്കുന്ന, അവരുടെ ഫുട്ബോളർ ആവാനുള്ള ആ ഒരു ആഗ്രഹത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പല കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സും ഈ പറഞ്ഞ സ്റ്റേറ്റ് ലീഗ്സ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ലോവർ ടയർ ലീഗ്സിലുണ്ട്. പക്ഷേ ഞാൻ കേട്ട കാര്യങ്ങൾ എത്രത്തോളം എന്താ പറയുക ഫാക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും പറയാത്തത്. ഇതിനിടയിൽ ഏറ്റവും വലിയൊരു കോമഡി എന്നുള്ളത് 2025 അർജന്റീനയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അബ്ദുറഹിമാൻ സാറ് he is working hard, you know, he is hard. എന്തായാലും കേരളത്തിലുള്ള അല്ലെങ്കിൽ മൊത്തം ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസും ഇതന്നെയാണ് കേട്ടോ ആഗ്രഹിക്കുന്നത്. അർജന്റീന കേരളത്തിൽ വന്ന് കളിക്കുക, അത് കണ്ട് മരിച്ചാൽ മതി. ഈ സെയിം ടോപ്പിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വന്നപ്പോൾ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ പറയാനുള്ളത്. നിങ്ങൾ ഇവിടെ ഉള്ള സംഭവങ്ങളൊന്ന് ശരിക്കും കൊണ്ട് നടക്കി, എന്നിട്ട് അർജന്റീനനെ കൊണ്ടുവരാ. നമുക്ക് സമയമുണ്ടല്ലോ. ഒരു ആക്ച്വൽ 11ന്റെ ഗ്രൗണ്ട് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവം പോലും ഓരോ ജില്ല പോട്ടെ, നമ്മുടെ സ്റ്റേറ്റിൽ പോലും ശരിക്കില്ല. ഓ മൈ ഗോഡ് ബ്രോ, ലൈക്ക് സീരിയസ്ലി അർജന്റീനനെ കൊടുന്നാൽ മതി. അത് മാത്രമാണ് ഇനി നമ്മുടെ ഫുട്ബോളിൽ ബാക്കിയുള്ളത്. നൈസ് വൺ ബ്രോ, ലൈക്ക് സീരിയസ് ഗൈസ്. അർജന്റീന ഇവിടെ വരണീനോ കളിക്കണീനോ അങ്ങനെ ഒന്നും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചക്കാണ് ഫാൻസ് പറഞ്ഞിട്ടാന്നൊക്കെ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു എനിക്ക് മനസ്സിലാവാത്ത. ഓക്കെ, വി ഡോണ്ട് റിയലി കെയർ. ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യേ, എന്നിട്ട് നമുക്ക് എല്ലാവരെയും കൊണ്ടുവരാം. എന്തോ 5000-ഓളം കേരളത്തിലെ ഫുട്ബോൾ പ്ലേയേഴ്സിനെ, എക്സ്പെഷ്യലി യങ് പ്ലേയേഴ്സിനെ അർജന്റീനൻ ഫെഡറേഷനോ അല്ലെങ്കിൽ ആ വരുന്ന കൂട്ടർ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ആളുടെ പോസ്റ്റിൽ കണ്ടു. അതൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർജന്റീന വരണീനോ അവർ കളിക്കണീനോ നോ ഇഷ്യൂസ്. പക്ഷേ നമ്മൾ ആക്ച്വലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചതിന് ശേഷം മെസ്സി വന്നു അല്ലെങ്കിൽ അർജന്റീന ദേശീയ ടീം വന്നു എന്നൊന്നും പറഞ്ഞതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെതിരെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഞാൻ അത്ര ഇൻട്രസ്റ്റ് കാണിക്കാത്തത്. ഓൾസോ നാഷണൽ ടീമിന്റെ കാര്യത്തിൽ ഞാൻ കോച്ചിനെ ഓർ പ്ലേയേഴ്സിനെ അങ്ങനെ ബ്ലെയിം ഗെയിം നടത്താനൊന്നും നിൽക്കണില്ല. ആകെ പറയാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ കയ്യിലുള്ള ഈ ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സ് നമുക്ക് കിട്ടാവുന്നതിലും കറന്റ്ലി ഏറ്റവും ബെസ്റ്റ് സെറ്റ് ഓഫ് പ്ലേയേഴ്സാണ്. അത്രക്കും ടാലന്റ് ഉണ്ട്. പക്ഷേ നമ്മൾ അതിന് യോജിച്ച ഒരു കളി കളിക്കണില്ല. അത് ആരുടെ കുഴപ്പമാണെന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ആക്ച്വലി ഞാൻ ട്വിറ്ററിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് കണ്ടു. ഓക്കെ, ബേസിക്കലി ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ആ പച്ച ടിക്ക് കണ്ടോ, ആ പോയിന്റ് ആളാണ് ഫുട്ബോളിനെ എവിടെ വേണമെങ്കിലും വളർത്താനുള്ള ബേസിക് റിക്വയർമെന്റ്സ്. ഓക്കെ, മിനിമം റിക്വയർമെന്റ്സ്. ഇതിൽ എത്രത്തോളം നമ്മളെ നാട്ടിലുണ്ട്, നമ്മളെ രാജ്യത്തിലുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. അതിൽ PIO പ്ലേയേഴ്സിനെ നിങ്ങൾ തൽക്കാലത്തിന് മാറ്റി നിർത്തിക്കോളി. അത് വേറൊരു കേസാണ്. ഓക്കെ, ബാക്കിയുള്ള സംഭവങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.